ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 5ാം ക്ലാസ്സിലെ ഫിഖ്ഹുൽ ഇസ്ലാമിൽ നിന്നുള്ള 6ാമത്തെയും 7ാമത്തെയും പാഠം പഠിക്കാൻ നമുക്കൊരു മോഡൽ ചോദ്യപേപ്പർ ഉപകാരപ്പെടുത്താം. ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമുക്ക് ആദ്യം തന്നെ ചേരുംപടി ചേർക്കാനാണ് വന്നത്. അപ്പോൾ നമ്മൾ മുമ്പ് കുളിക്കൽ സുന്നത്തുള്ള കാര്യങ്ങളും ശേഷം കുളിക്കൽ സുന്നത്തുള്ള കാര്യവും ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മുമ്പ് കുളി സുന്നത്തായ കാര്യം എന്താണെന്നാണ് നമുക്ക് ഓപ്ഷനിൽ എന്താണ് മുമ്പ് കുളി സുന്നത്തായ കാര്യം വന്നത് എന്താണ്? ഓപ്ഷൻ ഡി, ജുമുഅ നിസ്കാരമാണ്. ജുമുഅ നിസ്കാരത്തിനാണ് മുമ്പ് കുളിക്കേണ്ടത്. പിന്നെ ശേഷം കുളി സുന്നത്തുള്ളത്. എന്തിനാണ് ശേഷം കുളിക്കേണ്ടത്? ശരീരത്തിൽ ദുർഗന്ധമുണ്ടായാൽ, ശരീരത്തിൽ ദുർഗന്ധമുണ്ടാവുക, അപ്പോൾ നമുക്ക് ശേഷം കുളിക്കണം. അപ്പോൾ അതിൻ്റെ സി നമുക്ക് അവിടെ എഴുതാം. അടുത്തത് ദുആ ചെയ്യാത്തവരോട് അല്ലാഹു തആലാക്ക് ദേഷ്യമാണ്. ദുആ ചെയ്യാത്തവരോട് അല്ലാഹു തആലാക്ക് ദേഷ്യമാണ്. അപ്പോൾ അതിൻ്റെ ബി നമുക്ക് അവിടെ എഴുതാം. പിന്നെന്താണ്? ദുആ ചെയ്യുന്നവരെ എന്താണ്? അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നു. അപ്പോൾ അതിൻ്റെ ഈ നമുക്കവിടെ എഴുതി കൊടുക്കാം. പിന്നെന്താണ്? അടുത്തത് ശുദ്ധീകരണം എന്താണ്? ഉന്മേഷമുണ്ടാക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, അലസതയകറ്റും ദുർഗന്ധമകറ്റും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ അതിൻ്റെ എഴുതി കൊടുക്കാം. പൂരിപ്പിക്കാനാണ് വന്നത്. എന്താണ്? റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുരിയാത്തിന. അവിടെ എന്താ എഴുതി കൊടുക്കണം? ഖുറത്ത അയ്നി. അപ്പോൾ അവിടെ ഖുറത്ത എന്ന് മാത്രം നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഖുറത്ത അയ്നിയും വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. നമ്മളെ നിസ്കാര ശേഷമുള്ള ദുആ, അതിൽ നിന്നാണ് വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വന്നത്. അതിൽ നിന്ന് ഇതുപോലെ ഒരു ദുആ എന്തായാലും നിർബന്ധമായും വരും കേട്ടോ. അപ്പോൾ അത് എല്ലാവരും ആ ദുആ നന്നായി മനസ്സിലാക്കി പഠിക്കണം. എന്നാലാണ് ഇതുപോലെ വന്നാൽ നമുക്ക് എഴുതാൻ കഴിയുകയുള്ളൂ. അടുത്തത് എന്താണ്? അടുത്തത് ശുദ്ധീകരണം ഡാഷ് ഇല്ലാതാക്കും. എന്താണ് ശുദ്ധീകരണം? എന്താണ്? അലസതയകറ്റും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ശുദ്ധീകരണം അലസത ഇല്ലാതാക്കും. അതാണ് അവിടെ എഴുതേണ്ടത്. അടുത്തതാ, ജനങ്ങളിൽ ഏറ്റവും അശക്തർ ഡാഷ് ചെയ്യാത്തവരാണ്. എന്ത് ചെയ്യാത്തവരാണ്? ദുആ ചെയ്യാത്തവരാണ് ജനങ്ങളിൽ ഏറ്റവും അശക്തർ. അടുത്തത് സുന്നത്തായ ശുദ്ധീകരണം ഡാഷ് വിധമുണ്ട്. സുന്നത്തായ ശുദ്ധീകരണം 4 വിധമുണ്ട്. അപ്പോൾ അവിടെ 4 വിധം എന്ന് നമുക്ക് എഴുതാം. അടുത്തതാ, ഏറ്റവും സ്വീകരിക്കപ്പെടുന്ന ദുആ അർദ്ധരാത്രിയിലും ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവുമുള്ള ദുആ ആണ്. അപ്പോൾ അവിടെ ഫർള് എന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. അടുത്ത ഇനി ഒറ്റവാക്കിൽ ഉത്തരം എഴുതാനാണ്. മുസ്ലിം കൂടുതൽ തൗബ ചെയ്യുന്നവനും പിന്നെ എന്ത് വരുത്തുന്നവനുമാണ്? മുസ്ലിം കൂടുതൽ തൗബ ചെയ്യുന്നവരും ശുദ്ധി വരുത്തുന്നവനുമാണ്. അപ്പോൾ നമ്മളെ പാഠത്തിൻ്റെ അടിയിൽ വരുന്ന ഒരു ബോക്സ് ഉണ്ടായിരുന്നു അല്ലേ, അതിൽ നിന്നാണ് ഇത് വന്നത്. അപ്പോൾ അത് മനസ്സിലാക്കി പഠിക്കുക. അടുത്തത്, മുഅ്മിനിൻ്റെ ആയുധമാണ് ഏത്? ഏതാണ് മുഅ്മിനിൻ്റെ ആയുധം? ദുആ മുഅ്മിനിൻ്റെ ആയുധമാണ്. അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ. ദുആ മുഅ്മിനിൻ്റെ ആയുധമാണ്. അപ്പോൾ അത് പാഠത്തിൻ്റെ അടിയിൽ വന്ന ബോക്സ് ആണ് അല്ലേ. അടുത്തത്, ശേഷം ഉളൂ സുന്നത്തായ കാര്യം. ശേഷം ഉളൂ സുന്നത്തായ കാര്യം എഴുതാനാണ്. ഒന്ന് എഴുതിയാൽ മതി. നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ശേഷം ഉളൂ ചെയ്യേണ്ട കാര്യങ്ങൾ, അതുപോലെ ശേഷം കുളിക്കേണ്ട കാര്യം, അതുപോലെ മുമ്പ് ഉളൂ ചെയ്യേണ്ട കാര്യം, മുമ്പ് കുളിക്കേണ്ട കാര്യം ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കാര്യം എഴുതിയാൽ മതി. അതുപോലെ നമുക്ക് 2 കാര്യം എഴുതുക, 3 കാര്യം എഴുതുക എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ കഴിയണം അല്ലേ. അപ്പോൾ ഇവിടെ ശേഷം ഉളൂ സുന്നത്തായ കാര്യത്തിൽ നിന്ന് നമുക്ക് നഖം മുറിക്കുക, മീശ വെട്ടുക, തലമുടി വെട്ടുക, കോപമുണ്ടാവുക, ഛർദ്ദിക്കുക, അതിനൊക്കെ ശേഷം ഉളൂ സുന്നത്താണ്. ഇനിയാ മുമ്പ് ഉളൂ സുന്നത്തുള്ള കാര്യം, മുമ്പ് ഉളൂ സുന്നത്തായ കാര്യം. അപ്പോൾ ഖുർആൻ ഓതാൻ മുമ്പ് ഉളൂ സുന്നത്താണ്. ദിക്ർ ചൊല്ല, നല്ല അറിവുകൾ പഠിക്കുക, പിന്നെ എന്താണ് കുളിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ മുമ്പ് ഉളൂ ചെയ്യണം. അപ്പോൾ നമുക്കത് ഒന്നവിടെ എഴുതാം. അവിടെ ഒറ്റവാക്കിൽ ഉത്തരം എഴുതുന്നതിൽ വന്നതുകൊണ്ടാണ് ഒന്ന് എഴുതേണ്ടത്. നമുക്ക് 2 എണ്ണം എഴുതുക, 3 എണ്ണം എഴുതുക എന്ന് പറഞ്ഞാൽ നമ്മളത് എഴുതുക. പിന്നെന്താണ്? നമ്മുടെ എല്ലാ സങ്കടങ്ങളും ആരോട് പറയണം? ആരോടാണ്? നമ്മുടെ എല്ലാ സങ്കടങ്ങളും
അല്ലാഹു തആലയോട് പറയണം. അടുത്തതാ, ഇനി ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതണം. ദുആ സ്വീകരിക്കപ്പെടുന്ന സമയങ്ങളിൽ 3 എണ്ണം എഴുതുക. ദുആ സ്വീകരിക്കപ്പെടുന്ന സമയങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ നമുക്ക് ചോദ്യം വന്നത് ദുആ സ്വീകരിക്കപ്പെടുന്ന സമയങ്ങൾ ഏതൊക്കെയെന്നാണ്. അപ്പോൾ നമുക്ക് ദുആ സ്വീകരിക്കപ്പെടുന്ന സമയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിസ്കാര ശേഷമുള്ള ദുആ, പിന്നെ അർദ്ധരാത്രിയിലുള്ളതും ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷമുള്ളതും. അതുപോലെ പിന്നെയും നമുക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇക്കാമത്തിൻ്റെയും ബാങ്കിൻ്റെയും ഇടയിലുള്ളത്. പിന്നെ റമളാൻ മാസത്തിൽ മഴ പെയ്യുന്ന സമയം, ഇതൊക്കെ ദുആ സ്വീകരിക്കപ്പെടുന്ന സമയങ്ങളാണ്. അപ്പം നമുക്കവിടെ എഴുതി കൊടുക്കാം. അടുത്തത് എന്താണ്? ശുദ്ധീകരണം കൊണ്ടുള്ള നേട്ടങ്ങളിൽ നിന്ന് 3 എണ്ണം എഴുതുക. ശുദ്ധീകരണം കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നാണ്. അത് മാലിന്യമില്ലാതാക്കും, ദുർഗന്ധം ഒഴിവാക്കും, ഉന്മേഷമുണ്ടാക്കും, അലസതയകറ്റും. അപ്പോൾ അതൊക്കെ എഴുതുക. അടുത്തത് സുന്നത്തായ ശുദ്ധീകരണം എത്ര വിധം, ഏതെല്ലാം? നമ്മൾ സുന്നത്തായ ശുദ്ധീകരണം 4 വിധം അല്ലേ? 4 വിധമാണ് സുന്നത്തായ ശുദ്ധീകരണം. ഒന്ന്, ചില കാര്യങ്ങൾക്ക് മുമ്പ് ഉളൂ സുന്നത്തുണ്ട്, ചില കാര്യങ്ങൾക്ക് ശേഷം ഉളൂ സുന്നത്തുണ്ട്, അതുപോലെ ചില കാര്യങ്ങൾക്ക് മുമ്പ് കുളിക്കൽ സുന്നത്തുണ്ട്, അതുപോലെ ചില കാര്യങ്ങൾക്ക് ശേഷം കുളിക്കലും സുന്നത്തുണ്ട്. അപ്പോൾ 4 കാര്യങ്ങൾ എഴുതുക. അടുത്തത് അൽ മുസ്ലിമു തവ്വാബു മുതഹിറുൻ. അർത്ഥം എഴുതണം. എന്താണ്? മുസ്ലിം കൂടുതൽ തൗബ ചെയ്യുന്നവനും ശുദ്ധി വരുത്തുന്നവനുമാണ്. മുസ്ലിം കൂടുതൽ തൗബ ചെയ്യുന്നവനും ശുദ്ധി വരുത്തുന്നവനുമാണ്. അടുത്തത് മുമ്പ് ഉളൂ സുന്നത്തായ കാര്യങ്ങളിൽ നിന്ന് 3 എണ്ണം എഴുതുക. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ? മുമ്പ് ഉളൂ ചെയ്യൽ, ഖുർആൻ ഓതുക, ദിക്ർ ചൊല്ലുക, ശർഈയായ അറിവ് പഠിക്കുക, കുളിക്കുക, മസ്ജിദിൽ പ്രവേശിക്കുക, മയ്യിത്ത് ചുമക്കുക, ഖബർ സിയാറത്ത് ചെയ്യുക, ഉറങ്ങുക, അദാൻ വിളിക്കുക. ഇതിനൊക്കെ മുമ്പ് ഉളൂ സുന്നത്താണ്. അപ്പോൾ അവിടെ 3 എണ്ണം എഴുതി കൊടുക്കാം. അടുത്തത് എന്താണ്? ഗണ്ണിക എഴുതാനാണ് 5 വരി കുറയാതെ. അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ. ദുആ മുഅ്മിനിൻ്റെ ആയുധമാണ്. അപ്പോൾ നമ്മൾ ആ പാഠത്തെ ആസ്പദമാക്കിയിട്ട് 5 വരിയിൽ കുറയാതെ എഴുതി കൊടുക്കണം. എന്തൊക്കെ എഴുതാം നമുക്ക്? നാം എപ്പോഴും ദുആ ചെയ്യണം. എല്ലാ സങ്കടങ്ങളും അല്ലാഹു തആലയോട് പറയണം. ദുആ ചെയ്യുന്നവരെ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നു. ദുആ ചെയ്യാത്തവരോട് അല്ലാഹു തആലാക്ക് ദേഷ്യമാണ്. ഏറ്റവും ഉത്തമമായ ദുആകളിൽ പെട്ടതാണ് നിസ്കാര ശേഷമുള്ള ദുആ. അർദ്ധരാത്രിയിലും ഫർള് നിസ്കാരങ്ങൾക്കു ശേഷമുള്ള ദുആ ആണ് ഏറ്റവും സ്വീകരിക്കപ്പെടുന്ന ദുആ. ദുആ സ്വീകരിക്കപ്പെടുന്ന മറ്റു സമയങ്ങളുണ്ട്. അദാനിൻ്റെയും ഇക്കാമത്തിൻ്റെയും ഇടയിലുള്ളതും റമളാൻ മാസത്തിലും മഴ പെയ്യുന്ന സമയത്തും വെള്ളിയാഴ്ചയും ദുആക്ക് ഉത്തരം ലഭിക്കുന്ന സമയങ്ങളാണ്. ജനങ്ങളിൽ ഏറ്റവും അശക്തർ ദുആ ചെയ്യാത്തവരാണ്. ദുആ മുഅ്മിനിൻ്റെ ആയുധമാണ്. ഇത്രയും ചേർത്ത് നമുക്കവിടെ ഗണ്ണികയാക്കിയിട്ട് എഴുതി കൊടുക്കാം. അപ്പോൾ ഇത്രയാണ് നമുക്കവിടെ പഠിക്കാനുള്ളത്. മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഇത് ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് മറ്റൊരു ചോദ്യപേപ്പറുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.